അക്രമകാരികളായിട്ടുള്ള കപട ദേശസ്നേഹികൾ കാരണം 8-10 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ ഇനി മുതൽ തെരുവിൽ അനാഥ ബാല്യങ്ങളായിട്ട് അലയാൻ പോവുകയാണ്. ഈ കപട രാജ്യസ്നേഹികൾ കാരണമായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ, ഒരുപാട് കൊലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതെല്ലാം അങ്ങ് യു പിയിലും ഉത്തരേന്ത്യയിലും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നിതാ കേരളത്തിലേക്ക് ഈ കപട രാജ്യസ്നേഹികൾ വന്നിട്ട് അവർ കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ, മൃഗം പോലും നാണിച്ച് തലകുനിച്ച് പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നരാധമന്മാരായിട്ടുള്ള ആളുകൾ. നമുക്കറിയാം ഇവിടുത്തെ നിയമത്തിന് ഈ കപട രാജ്യസ്നേഹികളെ യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർ സുഖകരമായിട്ട് തന്നെ ഇറങ്ങി നടക്കും നമ്മളുടെയൊക്കെ ഇടയിലൂടെ തന്നെ. എങ്കിലും ഈ കപട രാജ്യസ്നേഹികളെ ജനങ്ങളെങ്കിലും നോട്ടമിട്ട് നോക്കി വെച്ചിരിക്കണം. കാരണം ഇവർ വിഷവിത്തുകളാണ്, ഇവർ വിഷമാണ്, ഇവർ ഇന്നല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ആരും നമ്പരുത്. കാരണം ഇവരുടെ കൂടെ നിൽക്കുന്നവരെ പോലെ ഇവർക്ക് കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ഒറ്റുകാരാണ് ഇവരെന്നുള്ള സത്യം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 31 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ, അവന് നമ്മുടെ ഭാഷ അറിയില്ല. അവൻ 1 മാസമായിട്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ട്. അവൻ്റെ ഭാഷ ഈ വിവരമില്ലാത്തവന്മാർക്കും അറിയത്തില്ല. വിവരമില്ലാത്തവന്മാർക്ക് അറിയത്തില്ല അവൻ്റെ ഭാഷയും. ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് കാലിൻ്റെ വിരൽ മുതൽ തല വരെ ഒരു സ്ഥലം പോലും അടിക്കാത്ത സ്ഥലമില്ല എന്നുള്ളത്. വാരിയെല്ലുകളെല്ലാം അടിച്ച് ഓടിച്ചു കളഞ്ഞു, നട്ടെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ കാണിച്ചത്? ആ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ എന്നിട്ട് ആ വീഡിയോ ചിത്രീകരിക്കുന്നതിനകത്തുണ്ട്. കാടന്മാരെ, നിങ്ങൾ ആ മനുഷ്യനെ അടിച്ചുകൊണ്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് ആ മനുഷ്യനെ അടിക്കുമ്പോഴും ആ വീഡിയോ കാണുമ്പോഴും ആ മനുഷ്യൻ്റെ നിസ്സഹായമായിട്ടുള്ള മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മധുവിനെ നിങ്ങൾ ഇതുപോലെയല്ലേ കൊന്നത്? ഏതെങ്കിലും ഒരുത്തൻ ഇതിനെതിരെയൊക്കെ ശബ്ദമുയർത്തിയിട്ടുണ്ട്, അവനൊക്കെ ജയിലറകളാണ് നിങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെയോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുക്കുന്ന ജയിലറകളാണ്. അധർമ്മികളായിട്ടുള്ള ഭരണാധികാരികളുടെ നാടായി മാറി. ഈ അധർമ്മികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് നേരെ ആരെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ അവരെ അപ്പോഴേ കാരാഗ്രഹത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാ? ഇനി ഇതിന് പിന്നിൽ നിന്ന് വരുന്ന ഒരുത്തനും മിണ്ടാൻ പാടില്ല എന്ന്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. നിങ്ങൾ എത്ര ഒളിപ്പിച്ച് വെച്ചാലും നിങ്ങളുടെ ഈ ഒരു കാടത്തം ജനങ്ങൾ അറിയുക തന്നെ ചെയ്യും. ആ ജനങ്ങൾ അറിയാനുള്ളതാണെങ്കിൽ ജനങ്ങൾ അറിയുക തന്നെ ചെയ്യും. പണ്ടത്തെ കാലമൊന്നുമല്ല അമ്മാവന്മാരെ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന്മാരെ അടിച്ചതിൽ ഏറ്റവും കൂടുതൽ കണ്ടതും 40 വയസ്സിന് മേലുള്ള അമ്മാവന്മാരാണ്. അവന്മാർക്കാണ് കുഴപ്പം, ഇവിടുത്തെ ചെറുപ്പക്കാരല്ല. നിങ്ങളൊക്കെ ആക്ഷേപിച്ച് MDMA കൊടുത്ത് കടന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞൊക്കെ ആക്ഷേപിക്കുന്ന സാധാരണപ്പെട്ട ചെറുപ്പക്കാരന്മാരല്ല ഇതിനൊന്ന് മുന്നിട്ട് ഇറങ്ങിയത്, അമ്മാവന്മാരാണ്. നിൻ്റെയൊക്കെ ഗുണ്ടായുസവും നിൻ്റെയൊക്കെ ആ ചട്ടമ്പിത്തരവും ഒന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ കാലഘട്ടത്തിൽ വരുന്ന യുവാക്കളുടെ മേൽ നിൻ്റെയൊക്കെ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം യുവാക്കൾ ഇവിടെ ആരംഭിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്നെയൊക്കെക്കാളും വലിയവന്മാർ ഇവിടെ വാണിട്ടുള്ള ലോകമാണ് ഈ ലോകം. അവന്മാരല്ല ഇന്ന് മണ്ണോട് മണ്ണായി നാമൊക്കെ ചവിട്ടി നടക്കുന്ന മണ്ണായി മാറി. എത്ര മനുഷ്യൻ്റെ ചവിട്ട് അവന്മാർ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈ മണ്ണായി മാറിക്കൊണ്ട് അവർ ഏൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവും. പട്ടിണി കാരണം പൊറുതി മുട്ടിയിട്ടാണ് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടും കാണാമൊക്കെ കയറി വന്ന് കുടുംബത്തെയും ഉപേക്ഷിച്ച് മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് അവരെല്ലാം. അവരോടൊക്കെയാണ് നിൻ്റെയൊക്കെ ഗുണ്ടായുസം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നീയൊക്കെ ഗുണ്ടായുസം കാണിച്ചത്? നിൻ്റെ നാട്ടിലുള്ള ഒരുത്തനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ അടിക്കുമായിരുന്നു? ഒരിക്കലും അടിക്കത്തില്ല. ഒരു മലയാളിയാണെ പോലും നീയൊക്കെ അടിക്കുമായിരുന്നു? അടിക്കത്തില്ല. എന്തിൻ്റെ പേരിലായി സംഭവിച്ചത്? അവൻ്റെ ദുർബലമായിട്ടുള്ള കൈകൾ നിങ്ങൾക്ക് നേരെ ഉയരില്ല എന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ നീയൊക്കെ അത് ചെയ്തത്? നിങ്ങൾക്ക് ആ പാവപ്പെട്ടവൻ്റെ കൈ നിങ്ങൾക്ക് നേരെ ഉയരത്തില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നീയൊക്കെ ആ പാവപ്പെട്ടവൻ്റെ മെക്കിട്ട് അത്രയ്ക്ക് വന്ന് കുതിര കയറിയിട്ടുള്ളത്. അടിച്ചൊടിച്ച് തകർത്ത് കളഞ്ഞു ആ ഒരു ശരീരത്തെ, ഒരു മനുഷ്യ ശരീരത്തെ അടിച്ച് തകർത്ത് കളഞ്ഞു. വാരിയല്ലുകളെല്ലാം പൊട്ടിപ്പോയി, പിന്നെ പൊട്ടിപ്പോയി. വാരിയല്ലുകളൊക്കെ, നട്ടല് പൊട്ടിപ്പോയി, തലയോട്ടി പൊട്ടിപ്പോയി. മനുഷ്യ ശരീരത്തിൽ ചെയ്ത ക്രൂരതകളാണ്, ജനക്കൂട്ടം ചെയ്ത ക്രൂരതകൾ. ഇത്തരത്തിലുള്ള അക്രമികളായിട്ടുള്ള ആളുകൾക്കെതിരെ ഇവിടുത്തെ യുവാക്കൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്കെതിരെ ശബ്ദമുയർത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അക്രമകാരികളായിട്ടുള്ള കപട ദേശസ്നേഹികളെ, നിങ്ങളുടെയൊക്കെ മരണം പോലും നിങ്ങൾക്ക് യാതൊരു ദയയും നിങ്ങളോട് കാണിക്കത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. പണ്ട് മധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ നിങ്ങളെല്ലാവരും കൂടി കെട്ടിയിട്ട് അടിച്ചു വന്നില്ലേ? അവൻ്റെ കയ്യിൽ നിങ്ങൾ എന്ത് മോഷണ വസ്തുവാണ് നിങ്ങൾ കണ്ടെത്തിയത്? അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവനിൽ നിന്ന് നിങ്ങൾ എന്ത് മോഷണ വസ്തുവാണ് കണ്ടെത്തിയത്? സത്യത്തിൽ നിങ്ങളാണ് കള്ളന്മാർ, ഒരു മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കുന്ന കള്ളന്മാർ. നിങ്ങൾ കാണിച്ച ഈ ഒരു ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ആ കുട്ടികളുടെ ജീവിതവും ആ കുടുംബത്തിനും തീരാ കണ്ണീരിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ മേൽ നിങ്ങൾ കാണിച്ച ആക്രമണം അത്ര വലുതായിരുന്നു. നിങ്ങൾ ആക്രമിച്ചത് ആ ഒരു മനുഷ്യനെ മാത്രമായിരുന്നില്ല, ആ ഒരു കുടുംബത്തെ തന്നെയാണ് ആക്രമിച്ചത്. അത് കാരണമായിട്ട് അക്രമകാരികളെ, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരാണോ അവരെ നിങ്ങളുടെ കണ്ണും മുന്നിൽ നിങ്ങൾക്ക് ദയനീയ അവസ്ഥയിൽ നഷ്ടപ്പെടുന്ന കാഴ്ച കാണാതെ നിങ്ങളിൽ ഒരാൾ പോലും മരിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്. ഇതൊരു
ഒരു സാധാരണ മനുഷ്യൻ്റെ നെഞ്ചിനുള്ളിലെ വേദനയാണ്. ആ വേദനയിൽ നിന്നുണ്ടാകുന്ന വാക്കാണ്. ഇതൊരിക്കലും വെറുതെ ആകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയുന്ന നാളുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ആര് തന്നെ ആയാലും, നിങ്ങളെ ഏത് വലിയ ശക്തമായ പാർട്ടി സപ്പോർട്ട് ചെയ്താലും, നിങ്ങൾ ഏത് പാർട്ടിയുടെ കീഴിൽ ഇനി പ്രവർത്തിച്ചാലും ശരി തന്നെ, അക്രമകാരികളായിട്ടുള്ള കപട രാജ്യസ്നേഹികളെ നിങ്ങളെ ഈ കാലം വെറുതെ വിടില്ല. നിങ്ങൾക്ക് സർവനാശം സംഭവിക്കട്ടെ. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഇന്നും ഞങ്ങൾക്കിടയിലുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിലും ഇതുപോലെ ചിന്തിക്കുന്ന വൃത്തികെട്ട ജനവിഭാഗങ്ങളുണ്ട്, വൃത്തികെട്ട ആൾക്കൂട്ടങ്ങളുണ്ട്. ആൾ കൂടുമ്പോഴേക്കും നമ്മളങ്ങ് എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുന്ന, വല്ല 4 പേര് കൂടെ കൂടുമ്പോൾ നാമൊക്കെ അങ്ങ് എന്തോ ആണെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇനിയും സമൂഹത്തിലുണ്ട്. ഇവർക്കെല്ലാം തക്കതായിട്ടുള്ള ശിക്ഷ ഈ വരുന്ന യുവതലമുറകൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. ഇവരെ തെരുവിൽ നല്ലതുപോലെ നേരിടും. ഇത് യാതൊരു സംശയം വേണ്ട. ചട്ടമ്പിമാരായിട്ടുള്ള അമ്മാവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങളാണ് ഈ നാടിൻ്റെ നാശം. വീണ്ടും ഞാൻ പറയണം, നിങ്ങളുടെ അമ്മാവൻ നിയമങ്ങൾ യുവാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ. ഈ നാട്ടിലെ യുവജനങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഇനി അധിക നാൾ വേണ്ടി വരത്തില്ല.